ഹായ് ഓൾ, എൻ്റെ പേര് അപർണ. ഞാൻ VKNSS അക്കാദമിയിൽ സൂരജ് സാറിൻ്റെ സ്റ്റുഡൻ്റായിട്ട് 2 വർഷം കഴിഞ്ഞു. എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് സാറിനെ എനിക്ക് സജസ്റ്റ് ചെയ്തത്. അങ്ങനെ സാറിൻ്റെ അക്കാദമിയിൽ ജോയിൻ ചെയ്തു. സാറിൻ്റെ ക്ലാസ്സുകളും ഓൺലൈൻ ക്ലാസ്സുകൾ, റെക്കോർഡിങ്സ്, നോട്ട്സ് ഇതെല്ലാം ഞാൻ വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഞാനൊരു NHMൻ്റെ എക്സാമാണ് എഴുതാൻ പോയത്. അങ്ങനെ ആ എക്സാം എഴുതിയ സമയത്ത് എഴുതുന്നതിന് മുന്നേ എനിക്ക് വലിയ കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോഴാണ് സാറിൻ്റെ ക്ലാസ്സിൻ്റെ ഒരു മാജിക് എനിക്ക് മനസ്സിലായത്. സാറ് ക്ലാസ്സിൽ എടുത്തെടുത്ത് പറയുന്ന റിപ്പീറ്റായിട്ട് പറയുന്ന ക്വസ്റ്റ്യനുകളാണ്. റിപ്പീറ്റായിട്ട് ക്വസ്റ്റ്യൻ പറയുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ എഴുതുന്ന സമയത്ത് നമ്മുടെ മൈൻഡിലോട്ട് അറിയാതെ അതിൻ്റെ ആൻസർ വരും. അങ്ങനെ ആ എക്സാം എനിക്ക് ക്രാക്ക് ചെയ്യാൻ സാധിച്ചു. പിന്നീട് അങ്ങോട്ട് ഞാൻ 2 എക്സാമുകളാണ് എഴുതിയത്. ആ 2 എക്സാമുകൾ എനിക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ ക്ലാസ്സിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ്സിനുള്ളൊരു ഡെഡിക്കേഷൻ തന്നെയാണ്. സാറിന് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഒരുപോലെ നമുക്ക് ക്ലാസ്, അതായത് രാത്രിയോ പകലോ എന്നില്ലാതെ ഏത് സമയത്താണെങ്കിലും സാറ് ക്ലാസ് എടുക്കാൻ സാറ് വില്ലിങ് ആണ്. മറ്റുള്ള അക്കാദമിയിൽ നിന്നുള്ള സാറിനുള്ളൊരു പ്രത്യേകത തന്നെയാണത്. എപ്പോൾ വേണമെങ്കിലും പിന്നെ വേറൊരു ക്വാളിറ്റി, സാറിനെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് ഡൗട്ട് ചോദിച്ചാലും ആ സ്പോട്ടിൽ തന്നെ സാറിനത് റിപ്ലൈ തരും. അതും രാത്രിയാണോ പകലാണോ എന്നുള്ളൊരു വ്യത്യാസമില്ല. നമുക്ക് എപ്പോൾ ഡൗട്ട് ചോദിച്ചാലും സാർ അതിന് റിപ്ലൈ തരുന്നുണ്ട്. അപ്പം നമ്മളെ പഠിപ്പിച്ച് ഒരു ലക്ഷ്യത്തിലെത്തിക്കുക എന്നുള്ള നമ്മളെക്കാൾ അതിനൊരു ഉത്തരവാദിത്തത്തോടു കൂടി അത് ഏറ്റെടുക്കുന്നത് സാറാണ്. അതന്നെ സാറിൻ്റെ വലിയൊരു ക്വാളിറ്റിയാണ്. എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല സാറിനോട്. കാരണം സാറിൻ്റെ ക്ലാസ്സിലന്ന് ജോയിൻ ചെയ്ത് സാറിൻ്റെ ഒരു മോട്ടിവേഷനാണ് എനിക്ക് 2-3 എക്സാമുകളാണെങ്കിലും അതിൽ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിച്ചത്. ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഒരു PSC ഒരു റാങ്ക് ലിസ്റ്റിൽ എത്താൻ പറ്റുമെന്നുള്ളത്. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം സാറിൻ്റെ ക്ലാസ് തന്നെയാണ് അതിനൊരു കാരണം. പിന്നെ എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് DME ആണ്. DMEക്ക് ഞാനിപ്പം സാറിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പം DMEക്ക് വേണ്ടി പഠിക്കുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.